ശ്രുതി മോളെ എവിടെന്നാ വരുന്നേ? ഞാൻ ഖത്തറിലാണ്. ഖത്തറിലാണ്. ഇവിടെ ട്രിവാൻഡ്രത്താണ്. ഇവിടെ എല്ലാവരും സെറ്റിൽഡ് ആണ്. അമ്മയൊക്കെ ഇവിടെ. മീനു എന്നല്ലേ വിളിക്കുന്നേ? അപ്പൊ നമുക്ക് മീനു മതി. ഞാനൊരു മീനു വേറൊരു മീനു. ഓക്കെ ഓക്കെ. എങ്ങനെ അറിഞ്ഞു നമ്മളെ സലൂണിനെ കുറിച്ചും എല്ലാം? ഞാൻ എല്ലാ തവണ വരുമ്പോഴും ബോട്ടോക്സ് ചെയ്യാറുണ്ട്. ബട്ട് അമ്മ ഇപ്പോൾ ലേറ്റസ്റ്റ് റീസെന്റ് വന്നിട്ട് ബ്രസീലിയൻ വൈറൽ ബോട്ടോക്സ് ഇവിടെ ചെയ്തു എന്ന് പറഞ്ഞു. ട്രീറ്റ്മെന്റ് ഇവിടെ ചെയ്തു എന്ന് പറഞ്ഞു. ഭയങ്കര നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു എന്ന് പറഞ്ഞു. അപ്പോഴേ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഇത്തവണ വരുമ്പോഴത്തേക്ക് ഇവിടെ തന്നെ വരണം. സോ വേറെ എങ്ങോട്ടും പോകണ്ട, അമ്മ പറയുന്നിടത്തേ പോകുള്ളൂ. ഞാൻ വരുന്നതിന് പിന്നെ അമ്മയെ പറഞ്ഞു വിട്ടല്ല എക്സ്പീരിയൻസ് ചെയ്യിപ്പിക്കും. സോ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു എന്ന് പറഞ്ഞു. ശ്രുതി നല്ല പാട്ടുകാരിയാണ് കേട്ടോ. കാരണം ഖത്തറിൽ ഒരുപാട് പ്രോഗ്രാംസ് ഒക്കെ ചെയ്യുന്ന ആളാണ്, ജോലിയും ചെയ്യുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ പാഷനായിട്ട് അമ്മ അറിഞ്ഞിട്ട പേരാണ് ശ്രുതി എന്ന് അല്ലേ. നന്നായിട്ട് പാട്ട് പാടുന്ന കുട്ടിയാണ്. അപ്പൊ നമുക്ക് വേണ്ടി ഒരു 2 വരി എന്തായാലും ഞങ്ങൾക്ക് വേണ്ടി പാടണം. ചിങ്കാരക്കിന്നാരം ചിരിച്ചു കൊഞ്ചുന്ന മണിക്കൂരുന്നേവാ പുന്നാരം പുന്നാരം കോറുംപോരുങ്ങൂമി കോരുന്ന ചുണ്ടത്തെ മണിപ്പതക്കം താ അമ്മാനം അമ്മാനം കുഞ്ഞിക്കോളിരമ്പിളേ ചെല്ലച്ചെറുക്കുമ്പിളിൽ നീ മമ്മമ്മമുണ്ടോ മിന്നാരം കണ്ട് മിന്നാ മിന്നിയായി വാ വാ വാവോ വാ വാവോ. അപ്പൊ അമ്മയുടെ ചെല്ലക്കുട്ടിയാണ് അല്ലേ? ഓക്കെ മോളെ. അപ്പൊ എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ്? എങ്ങനെയുണ്ട്? അടിപൊളിയായിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഞാൻ റീസെന്റ് ഇവിടെ വന്ന് ലാസ്റ്റ് ടൈം ഇവിടെയല്ല വേറൊരിടത്ത് ചെയ്തപ്പോഴത്തേക്കും എനിക്ക് ആക്ച്വലി ഇഷ്ടപ്പെട്ടില്ല. ബിക്കോസ് എന്തോ ഇത് അടിപൊളിയായിട്ടുണ്ട്. ബ്രസീലിയൻ ബോട്ടോക്സ് ആണ് മോൾക്ക് ചെയ്തത്. ആഫ്റ്റർ കെയർ കറക്റ്റ് ആയിട്ട് ചെയ്യണം. ഓക്കെ. അപ്പൊ ഹാപ്പി അല്ലേ? ഹാപ്പി വെരി ഹാപ്പി. താങ്ക്സ് ഫോർ ദ സർവീസ്. അപ്പൊ ഖത്തർ മലയാളികളെല്ലാം കണ്ടോണ്ടിരിക്കുന്നു. കണ്ട. ഓക്കെ മോളെ. താങ്ക് യു സോ മച്ച്.